ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാൻ പോവുകയാണ്. അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ഇടയ്ക്ക് മഴ സമയത്ത് 5 പൂച്ചക്കുഞ്ഞുങ്ങളെ കളഞ്ഞു കിട്ടിയതല്ല, നമ്മൾ വീടിൻ്റെ ആ റോഡ് സൈഡിൽ കൊണ്ട് ആരോ കളഞ്ഞത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ അതിനെ സേഫായിട്ട് ഏകദേശം ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ അടുത്ത് സേഫായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വേറെ പൂച്ചയുണ്ട്. അപ്പം നോക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ അവരെ സേഫായിട്ട് ഒരു റെസ്ക്യൂ സെൻറ്ററിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഓൾ കേരള ആനിമൽ റെസ്ക്യൂ സെൻറ്ററാണ്. അതായത് ഇതേപോലെ ആക്സിഡൻറ്റ് പറ്റിയവർ, അതുപോലെ തന്നെ റോഡ് സൈഡിൽ കളഞ്ഞവർ, പിന്നെ ഈ വയസ്സായിട്ട് ഉപേക്ഷിച്ചവർ, പിന്നെ അതുപോലെ അല്ലാതെ രോഗങ്ങളായിട്ടുള്ളവർ, അങ്ങനെയുള്ളൊക്കെ മൃഗങ്ങളെയൊക്കെ ഇവർ റെസ്ക്യൂ ചെയ്ത് ഇവരെ ഇവിടെ സുരക്ഷിതമായിട്ട് താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നല്ല അടിപൊളിയാണ്. കാരണം അവരെയൊക്കെ നോക്കണതും ക്ലീനിങ്ങും എല്ലാം സെറ്റാണ്. പിന്നെ അവിടെ ഒരുപാട് പട്ടികളും പൂച്ചകളൊക്കെ ഉണ്ട്. കുഞ്ഞു പൂച്ച കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അവർ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം ഞങ്ങളിന്ന് പൂച്ച കുഞ്ഞുങ്ങളെയൊക്കെ വാങ്ങിച്ച്. അപ്പോൾ അവർ പൂച്ചക്കുഞ്ഞുങ്ങൾ ചോദിച്ചപ്പോഴേ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല. അവരൊറ്റ നോട്ടത്തിൽ പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരിവിടെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയാണ്. ഞങ്ങളവർ നല്ല വൃത്തിയായിട്ടൊക്കെയാണ് കൂട്ടിലിട്ടിരുന്നത്. അങ്ങനെ അവർക്ക് വേറെ ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്തായാലും റോഡ് സൈഡിൽ കിടന്നെങ്കിൽ അവരുടെ ജീവൻ തന്നെ അപകടമാകും. അങ്ങനെ ഞങ്ങൾ അന്ന് മഴയത്ത് കൊണ്ട് വീട്ടിലെത്തിച്ചുകൊണ്ട് അവർക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പിന്നെ ഞങ്ങളെ അവർ ആ പൂച്ചക്കുഞ്ഞിനെ വാങ്ങിച്ച് അവരെ ഇടാൻ വേറെ വലിയ സെറ്റപ്പുകളൊക്കെയാണ് അവിടെ ഉള്ളത്. കാരണം നല്ല വിശാലമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഞങ്ങളേന്ന് ഒരു പൂച്ചക്കുഞ്ഞിനെ വാങ്ങിച്ച് ആ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സെക്ഷൻ ഉണ്ട് അവരെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടേക്ക് കൊണ്ടിട്ട് ഇത് അവർ റെസ്ക്യൂ ചെയ്തിട്ടിരിക്കണ നായ കുഞ്ഞുങ്ങൾ ഒക്കെ ഉണ്ട്, കൊച്ചു പട്ടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം അവരവിടെ സേഫായിട്ട് ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരും നല്ല ആരോഗ്യത്തോടെയാണ് ഇരിക്കണം. അങ്ങനെ ആരെ കണ്ടാലും വേറെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും നല്ല ആരോഗ്യത്തോടെയാണ് ഇരിക്കണം. അത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേറെന്താ, പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടെയുള്ള പട്ടിക്കുഞ്ഞുങ്ങളെയും ഒക്കെ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം അവരെ അവിടെ സേഫായിട്ട് കൊണ്ട് വിട്ട്. കുറേ പട്ടിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പം പിന്നെ ഈ സ്ഥലത്താണ് പൂച്ചകളെയൊക്കെ ഇടുന്ന സെക്ഷൻ. അവരെല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല ക്ലീനിങ് ഒക്കെ പക്കയാണ്. അവിടെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അവർ നല്ല സേഫായിട്ട് തന്നെ വളരും. എല്ലാം ക്ലിയറായിട്ട് തന്നെ അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ റോഡ് സൈഡിൽ നിന്ന് കൊണ്ടിടാതെ ഇതേപോലെയൊക്കെ നല്ല സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വളർത്താൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലത്തെയുള്ള സേഫായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടെത്തിക്കണം. പിന്നെ ഞങ്ങൾ അവരെയൊക്കെ കൊടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയതിന് ശേഷം തിരിച്ച് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ. പിന്നെ ഞങ്ങൾ അവിടെ ഒതുങ്ങി നിന്ന് അവർ ഡീറ്റെയിൽസൊക്കെ എഴുതി വാങ്ങും. ഫോൺ നമ്പർ, പേര്, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും എഴുതി വാങ്ങിച്ചതിന് ശേഷം ഒരിക്കലും ബാക്കി പ്രോസസ്സ് ചെയ്യണം. പിന്നെ മഴയൊക്കെ തോന്നപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.